ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി നയനെ കൂട്ടിക്കൊണ്ടൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും മുത്തച്ഛനും ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. നവ്യ ഗർഭിണി ആയതുകൊണ്ട് തന്നെ നവ്യയുടെ കാര്യങ്ങളൊന്നും നോക്കാതെയാകുകയാണ് ജലജ. അങ്ങനെ ആകുമ്പം മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ജലജയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം സ്വത്തുക്കളൊക്കെ നവ്യയ്ക്ക് കുറേ എഴുതി കൊടുക്കാനൊക്കെ തീരുമാനിക്കുകയാണ് മുത്തച്ഛൻ. അങ്ങനെയാവുമ്പോൾ അനാമികയ്ക്കും അമ്മയ്ക്കും ആകെപ്പാടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേഷ്യമാവുകയാണ്. അങ്ങനെ മരുന്നൊക്കെ മാറ്റി വെച്ച് കൊല്ലാൻ നോക്കുകയാണ് കേട്ടോ അനാമിക. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനയെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ ദേവയാനി നയനയോട് ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ അസൂയ തോന്നുകയാണ് കേട്ടോ അനാമികയ്ക്കും രേവതിക്കുമൊക്കെ. അവർ പറയുന്നുണ്ട്, ഇതൊരു ഭയങ്കര ചെയ്ത്തായി പോയല്ലോ, അവരിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയാണ് രേവതി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ വല്യമ്മയ്ക്ക് ഭയങ്കര ഒരു മാറ്റം ഉണ്ടായത്. ഇതിപ്പം ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ആ പാലിൽ വിഷം ചേർത്ത് വെച്ച് നവ്യ കുടിച്ചതുമില്ല, വല്യമ്മ കുടിക്കുകയും ചെയ്തു. ഇപ്പം അത് നയനയ്ക്ക് ഉപകാരമായി. നയനയോട് അവർക്ക് ഭയങ്കര സ്നേഹമായി. സർജറിക്ക് ശേഷം അവർക്ക് വല്ലാത്തൊരു മാറ്റവും ഉണ്ടായി. ഇനിയിപ്പം നമ്മുടെ പഴയ പരിപാടികളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ രേവതിയും പറയാം, ശരിയാ മോളെ, ആകെപ്പാടെയുള്ള പിടിവള്ളി ആ ദേവയാനിയായിരുന്നു. ഇനിയിപ്പം അതും വിട്ടുപോയി. മുത്തശ്ശിയുടെയും കാര്യമൊന്നും നോക്കണ്ട. അവരാണെങ്കിൽ നയനമോള് ആദർശമോൻ എന്ന് പറഞ്ഞ് മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുരുട്ടുബുദ്ധി ഒപ്പിക്കാതെ പറ്റില്ല എന്ന് പറയാം. അതേസമയം നവ്യ ആണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ് കേട്ടോ. നവ്യ ഒരേ പണിയും ജലജയ്ക്കും അഭിക്കും കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, നവ്യയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നില്ലേ ജലജ നീ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ്, പിന്നെ ഇല്ലേ, അവൾ പറയുന്ന എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നയനെ, ഇവൾ പറയുന്നത് ശരിയാണോ? നിനക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? നിൻ്റെ മുഖമൊക്കെ കൊണ്ടിട്ട് വല്ലാത്ത ക്ഷീണം പോലെയൊക്കെ തോന്നുന്നല്ലോ. അപ്പം നവ്യ പറയാണ്, അതെ മുത്തശ്ശ, എനിക്ക് എന്തിവർ ചെയ്തു തരുന്നെന്നാ മാനസികമായിട്ട് വല്ലാതെ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അബിയും ഇവരും. അബിയുടെ അമ്മ എനിക്ക് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കി തരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ പറയുമ്പം എന്തെല്ലാം ചീത്തയാണ് പറയുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ പോയി നിൽക്കുകയൊക്കെ ചെയ്യാം. എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരികയും ചെയ്യും. പക്ഷേ അങ്ങനെ പോയി നിന്നാലുള്ള അവസ്ഥ മുത്തച്ഛനും മുത്തശ്ശിക്കും അറിയാമല്ലോ. അബിക്കും അമ്മയ്ക്കും എന്നെ കാണാൻ വയ്യ. ഇനി ഞാൻ ഇവിടുന്ന് പോവുകയും കൂടെ ചെയ്താൽ അബി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കും. ഇപ്പം ഞാൻ ഉണ്ടായിട്ട് പോലും അബി കാണുന്ന പെണ്ണുങ്ങളെ എല്ലാം പുറകെ പോകുന്നുണ്ട് മുത്തശ്ശ എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ്, അബി നീ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? അബി നീ അത്ര നല്ല വെടിപ്പൊന്നും അല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. നിന്നെക്കുറിച്ച് പല അപഖ്യാതികളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നീ വിവാഹിതനാണ്, നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാണെന്ന് പറഞ്ഞ് നവ്യെ വിളിച്ച് നീ കൊണ്ടുവരികയായിരുന്നു. പോരാത്തതിന് അവളിപ്പോൾ പ്രഗ്നൻറ്റുമാണ്. ഇനിയും നീ മറ്റു പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നുണ്ടോ? അപ്പോൾ അബി പറയണേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആ രീതിയിലൊന്നും പോകുന്നില്ല, ഇവള് വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ്, അതെന്താ നിനക്ക് നവ്യമോളോട് ഒരു വെറുപ്പ് പോലെ? ജലജെ നീയും പറ, എന്താ? എനിക്കങ്ങനെ വെറുപ്പൊന്നുമില്ല അച്ഛാ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇവള് എങ്ങനെയുള്ളിടത്തുനിന്ന് വന്നതാ? ആ ഗോവിന്ദൻ്റെയും കനകയുടെയും മകളല്ലേ, അഷ്ടിക്ക് വകയില്ലാതെ വീട്ടിൽ നിന്ന് ഇവിടെ അനന്തപുരിയിലെ രാജകുമാരിയായിട്ട് വന്ന് കയറിയപ്പം അവൾക്കും ഭയങ്കര അഹങ്കാരമായിപ്പോയി. അവളുടെ അഹങ്കാരം ഒന്നും സഹിക്കാൻ പറ്റില്ല അച്ഛാന്ന് പറയും. എന്തഹങ്കാരമാണ് നവ്യമോൾ കാണിച്ചത്, അത് നീ ഒന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനിതൊന്നും കാണുന്നില്ലേ? അവൾ വന്ന സമയത്തും ഇപ്പോഴും ഞങ്ങളെ ടോർച്ചർ ചെയ്യുക. അവളുടെ വയറ്റിലിപ്പം ഇവൻ്റെ ഒരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് അവൾ അതിനും ഞങ്ങളെ ടോർച്ചർ ചെയ്യുകയാണ്. ഞങ്ങൾ അവൾ പറയുന്നതെല്ലാം അനുസരിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കണമെന്ന് അച്ഛനൊന്ന് പറഞ്ഞേ. അപ്പം മുത്തശ്ശൻ പറയണ, അതൊക്കെ അംഗീകരിക്കണം. നിൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ നവ്യയുടെ വയറ്റിൽ കിടക്കുന്നത്. ആ കുഞ്ഞ് ഈ അനന്തപുരിയിലെ അനന്തരാവകാശി തന്നെയല്ലേ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ജലജെ നീ വേണം അക്കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അതിനൊക്കെ എന്താ നിനക്ക് മടി? അബി നീ ഇപ്പോഴും അവളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടോ? ഒരു ഗർഭിണിയായ പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൂടി ബാധിക്കുമെന്ന് നിനക്കറിയില്ലേ? അപ്പോൾ അബിക്കും ജലജയ്ക്കും ഒക്കെ ഭയങ്കര ദേഷ്യം അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, ഇപ്പം എന്താണെന്നറിയാം എനിക്ക്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നവിയോട്. അഷ്ടിക്ക് വകയില്ലാത്ത ഗോവിന്ദൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ സ്വത്തും പണമൊന്നും അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിലും ഞാനിപ്പോൾ ഒരു വാക്ക് പറയാണ്,
ഒരു തീരുമാനം എടുക്കുകയാണ്. ജാനകിയും അതുപോലെ അനാമികയും എല്ലാവരും ഇത് കേൾക്കണം എന്ന് പറയുമ്പം അനാമികയും രേവതിയൊക്കെ ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയാണ്, ഞാൻ നവ്യയുടെ കുഞ്ഞിനായിട്ട് സ്വത്തിൻ്റെ ഒരു ഭാഗം എഴുതി വയ്ക്കുകയാണ്. ആ കുഞ്ഞ് ഒന്നുമില്ലാത്തവനാവരുത്. നവ്യയുടെ പേരിലാണ് ഞാൻ സ്വത്തുക്കൾ എഴുതുന്നത്. അത് നവ്യയുടെ കുഞ്ഞിനും കൂടി ഉള്ളതാണ്. അപ്പോൾ ഒന്നുമില്ലാത്തവളായിട്ട് ഇവിടെ വന്നെന്നുള്ള പേര് അവൾക്കുണ്ടാകരുത്. അതുകൊണ്ട് ജലജ ഇനി മുതൽ നവ്യയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരിലും പേരിൽ ഞാൻ സ്വത്ത് തന്നില്ലെങ്കിലും നവ്യയുടെ പേരിൽ കുറച്ച് സ്വത്തുക്കൾ എഴുതി വെക്കുക. കാരണം അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് കുറച്ച് സന്തോഷമാകുന്നുണ്ട്, കുറേ സ്വത്തൊക്കെ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. അബിക്കും കുറച്ച് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ഇവളിതൊന്നും തരികയില്ലല്ലോ. എനിക്ക് ദൂർത്തടിക്കാൻ ഇവളുടെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടുമെന്ന് ഞാൻ ഓർക്കണ്ട. എൻ്റെ പേരിൽ അത് എഴുതി തരുമായിരുന്നേ, എൻ്റെ ആവശ്യത്തിന് നടക്കായിരുന്നു. ഇനിയിപ്പോൾ ഇവളോട് കെഞ്ചണം, ഇവളൊരു 10 പൈസ തരാനും പോകുന്നില്ല എന്നൊക്കെ അബി വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം അനാമികയും രേവതിയും കൂടെ റൂമിൽ പോയിട്ട് പറയുകയാണ്, എന്തൊരു കളിയാണിത്, ആ കിളവനും കിളവിയും കൂടെ എന്തെല്ലാം പണിയാണ് ഒപ്പിച്ച് വെക്കുന്നത് എന്ന് രേവതി പറയാം. അപ്പോഴേക്കും അനാമികയും പറയുന്നുണ്ട്, ശരിയാ, ആ സ്വത്തുക്കൾ മുഴുവൻ ഇപ്പം കുറേ നവ്യയുടെ പേരിൽ എഴുതി കൊടുത്തിരിക്കുന്നു. നയനയ്ക്കും ആദർശനും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും മുഴുവൻ എഴുതി കൊടുക്കാനിരിക്കുകയായിരുന്നു. അതെങ്ങനെയായാലും ഒഴിവായപ്പം ഇപ്പം ആട്ടെ നവ്യയുടെ പേരിൽ. എന്തിനാ ഈ നവ്യക്കൊക്കെ സ്വത്ത് കൊടുത്തത്? ഇനിയിപ്പോൾ നമ്മൾ മാത്രം ഒന്നുമില്ലാത്തവരായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കണമല്ലോ. കുറേ സ്വത്ത് എങ്ങനെയും അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചതാ. ദേവയാനിയാണെങ്കിലും കാലുമാറി. ഇപ്പം ആ കിളവനും കിളവി പണ്ടേ കാലുമാറി എന്ന് പറയുകയാണ്. അതെ, നമുക്കിപ്പോൾ ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത് അമ്മേ എന്ന് പറയുമ്പം രേവതി പറയാം, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ, നമുക്ക് എങ്ങനെയും പിടിച്ചു നിന്നേ പറ്റുള്ളൂ. നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത് അത്യാവശ്യമല്ലേ. നീ അച്ഛനെ വിളിക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഒപ്പിക്കാമെന്ന് പറയാം. എന്നിട്ട് അനാമിക വിളിക്കുകയാണ് കേട്ടോ വേണുവിനെ. വേണു ഫോൺ എടുത്തിട്ട് ചോദിക്കുക, എന്താ മോളെ അനന്തപുരിയിൽ എന്താ പ്രശ്നം? അപ്പോൾ അനാമിക പറയാണ്, അതച്ഛാ ഇവിടെ മുഴുവൻ പ്രശ്നമാണ്. ആ കിളവനും കിളവിയും കൂടെ സ്വത്തിൻ്റെ ഒരു ഭാഗം ആ നവ്യയുടെയും കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുക. ഇനിയിപ്പം നമ്മളെന്താ ചെയ്യുക? അവർക്ക് സപ്പോർട്ട്, പിന്നെ ബാക്കിയുള്ളത് ഇനി ആദർശിനും ഭാര്യയ്ക്കും നയനയ്ക്കും കുഞ്ഞിനും വേണ്ടി എഴുതി വയ്ക്കും. നമുക്ക് മാത്രം ഒന്നും ഇല്ലാതാവുന്ന അവസ്ഥയാണ്. ആ വല്യമ്മ മാത്രമേ ഉള്ളായിരുന്നു സപ്പോർട്ട്, ഇപ്പം അവരും നയനയ്ക്ക് സപ്പോർട്ടാണ്. നമ്മളിവിടെ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. ഇതിനെന്തെങ്കിലും ഒരു തടയിടണ്ടേ അച്ഛാ, ഇല്ലേ നമ്മുടെ പണിയെല്ലാം പാളും. അപ്പോൾ വേണു പറയാം, ശരിയാണല്ലോ, ഇത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി അങ്ങ് പാളുമല്ലോ മോളെ എന്ന് പറയും. വേണു തന്നെ പറയാം, നീ ഒരു കാര്യം ചെയ്യുക, ആ കിളവനെ അങ്ങ് തട്ട്. അയാളല്ലേ ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത്. അയാൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൊമ്പൊടിയും. അതുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും മാർഗം മോള് നോക്ക് എന്ന് പറയാണ്. അപ്പോഴേ ഉടനെ അന്നാമിക്ക് പറയുന്നുണ്ട്, ശരിയച്ചാ, ഞാൻ അതിനുള്ള എന്തെങ്കിലും പരിപാടി നോക്കാം, ഞാൻ ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് മനസ്സിലെന്ന് പറയാം. അത് കഴിഞ്ഞ് രേവതിയോട് പറയാം, അമ്മേ നമുക്ക് മരുന്നങ്ങ് മാറ്റി വെച്ചാലോ? നേരത്തെ ഞാൻ പോയി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മരുന്നുകളുടെ എല്ലാം സ്റ്റെപ്പ് എടുത്ത് അതിന് പകരം മറ്റു മരുന്നുകൾ വെക്കാം. അങ്ങനെ ആകുമ്പോൾ ആ കിളവൻ കഴിച്ച് സ്ലോ പോയിസൺ പോലെ കുറച്ച് നാളുകൊണ്ട് 1-2 മാസം കൊണ്ടങ്ങ് പൊക്കോളും. ക്യാൻസറല്ലേ അസുഖവും എന്ന് പറയാം. അതേ മോളെ, അത് നമുക്ക് ചെയ്യാം, ഉടനെ തന്നെ ചെയ്യാം. ഇനി ഇതിങ്ങനെ നീണ്ടുപോയാൽ നമ്മുടെ കാര്യം അവതാളത്തിലാകും എന്ന് രേവതിയും പറയാം. അങ്ങനെ അനാമിക ഈ മരുന്ന് സ്ട്രിപ്പൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാത്ത സമയം നോക്കിയിട്ട് റൂമിൽ ചെന്നിട്ട് മുത്തശ്ശൻ്റെ ടേബിളിൽ ഇരിക്കുന്ന മരുന്നിൻ്റെ ഡപ്പി എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് അനാമിക കൊണ്ടുവരുന്ന മരുന്നുകളെല്ലാം വയ്ക്കുകയാണ്. ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന് ചുറ്റും പുറമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മരുന്നുകൾ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ മനസ്സിൽ പറയാണ്, ഏതായാലും കിളവൻ ഇനി ഈ മരുന്ന് കഴിച്ചോളും. അതും ആ നയന, അവളാണ് ആ മരുന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതും അവളുടെ തലയിൽ തന്നെ ഇരുന്നോളൂ എന്ന് പറയാൻ. പക്ഷേ അനാമിക റൂമിലേക്ക് സംശയാസ്പദമായിട്ട് കയറുന്ന കാണുകയാണ് നവ്യ ആ പുറകെ തന്നെ വരികയാണ്. നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെന്താ ഇപ്പം മുത്തശ്ശൻ്റെ മുറി കയറുന്നത്? ഇവളങ്ങനെ വെറുതെ കയറാൻ വഴിയില്ല, എന്താണെന്നൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് ചെല്ലുകയാണ് കേട്ടോ നവ്യ. അപ്പം നവ്യയുടെ ഈ ഫോണുണ്ട്, ഫോണിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് അനാമിക മരുന്ന് മാറ്റി വയ്ക്കുന്നതൊക്കെ. എന്നിട്ട് നവ്യ മനസ്സിൽ വിചാരിക്കുക, എടി മോളെ, നീ മാറ്റി വെച്ചെങ്കിൽ അത് ഞാനും മാറ്റി വയ്ക്കും. ഇതെൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ഒരു തെളിവായിട്ട്, തൽക്കാലം നീ ഇങ്ങനെ അങ്ങ് പോ എന്ന് പറയാണ്. എന്നിട്ട് അനാമിക മാറിക്കഴിയുമ്പോഴേക്കും നവ്യ ആ മരുന്നൊക്കെ തിരിച്ച് മാറ്റി വയ്ക്കുകയും ചെയ്യുകയാണ് കേട്ടോ. ഏതായാലും അനാമികയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ നവ്യയുടെ കൈ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഇടയ്ക്കെടുത്ത് പ്രയോഗിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്